ഏ ഏ ഏ ആ ഏ ഓ പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ ടൈം മെഷീനോ? ഡോക്ടർ ചക്ക, നിങ്ങൾ ആളൊരു മഹാസംഭവം തന്നെയാണല്ലോ. ഞാൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ വേറെ നിസാര കാര്യങ്ങളല്ലേ. ഞാൻ വലിയ വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തിയത് കൊണ്ടല്ലേ എന്റെ തലയിലൊരു ഒറ്റ മുടി പോലും ഇല്ലാത്തത്. നീ കണ്ടോ? നിനക്ക് ഏത് യുഗത്തിലേക്കാണോ പോകേണ്ടത് ആ യുഗത്തിൽ ഞാൻ നിന്നെ എത്തിച്ചിരിക്കുക. പൊളിച്ചെടുത്തല്ലോ ഡോക്ടറെ. നിങ്ങളുടെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ അപാരം തന്നെ. പക്ഷെ എനിക്ക് ഇതിലൊക്കെ യാത്ര ചെയ്യാൻ അത്ര വലിയ ധൈര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ കളിക്ക് ഞാനില്ലേ. ഹൈ ഡോക്ടർ ജഡ്ക, എന്താണ് നടക്കുന്നത്? ഇപ്പോഴെന്ത് മെഷീനാ കണ്ടുപിടിച്ചത്? ഇതൊരു ടൈം മെഷീനാണ് സുഹൃത്തുക്കളെ. ഇതിൽ കയറിയിരുന്ന നിങ്ങൾക്ക് ഏത് യുഗത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും. ചക്ക, ഇവരെ സ്റ്റോൺ ഏജിലേക്ക് പറഞ്ഞു വിട്. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അകത്തേക്ക് കയറിക്കോളൂ. നമുക്ക് കലക്കാം. ശരിക്കും ഇത് സ്റ്റോൺ ഏജിൽ എത്തിക്കോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കയറി പോകുന്നതൊക്കെ കൊള്ളാം. പക്ഷെ തിരിച്ചു വരണമെങ്കിലുണ്ടല്ലോ ആ ചുവന്ന ബട്ടണിൽ അമർത്തണം. അപ്പോഴേ വരാൻ പറ്റൂ. ഇതാ ഈ ബ്രേസ്ലെറ്റ് വടിഞ്ഞോളൂ. ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങളൊക്കെ നടത്താൻ കഴിയും. ഇത് വളരെ ഉപകാരപ്രദമാണ്. അതേ മോട്ടു, നമ്മൾ ഇത്രയും ദൂരം പോണ സ്ഥിതിക്ക് കയ്യില് ചായയും പലഹാരമൊക്കെ വെക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായും. എന്താ നീ പറയുന്നത്? നിങ്ങൾ രണ്ടാൾ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയി ചായയും പലഹാരം എടുത്തോണ്ട് വരാം. എന്റെ ഡോക്ടറെ മെഷീന്റെ വാതിൽ അടക്കേ, എന്നിട്ട് അതൊന്ന് ഓൺ ചെയ്യേ. സമൂസയ്ക്ക് പോയ ആള് തിരിച്ചു വന്നിട്ടില്ല. നിക്കൂ, നിക്കൂ, നിക്കൂ. കൊള്ളാം. ഇത് കൊള്ളാലോ. എത്ര സുന്ദരമായ സ്ഥലം. സ്വർഗത്തിലുള്ളത് പോലെയാ എനിക്കിപ്പോ തോന്നുന്നത്. ഇത് നോക്കിയേ, ഈ പൂവിന് എന്തൊരു മണമാണ്. നല്ല പൂവ്. സാധാരണ പൂവല്ല. ഇതിന്റെ മണം കൊണ്ട് ഞാൻ ഇതിന്റെ വായിക്കോട്ടെ. എന്നെ രക്ഷിക്കാൻ ഇത്ര നേരം എടുത്തോ? ഒരുപക്ഷെ അതെന്നെ വിഴുങ്ങിയിരുന്നെങ്കിൽ. വെറുതെ നിന്ന് വാജ് കടിക്കാതെ ഓടാൻ നോക്കാം. എന്റെ പൊന്ന് ഡോക്ടർ ജഡ്കെ, ഞങ്ങളെ രക്ഷിക്കൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ വള്ളി കണ്ടില്ലേ? കാണുമ്പോ ഒരു പാമ്പിനെ പോലെ തന്നെയുണ്ട് അല്ലേ പത്തലു? പക്ഷെ ഇതിന് തലയൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് പാമ്പാണെന്ന് എന്താ ഉറപ്പ്? എന്താ 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 പത്തലു, ഇത് എന്താ സംഭവിക്കുന്നത്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എവിടെയാ? ഞങ്ങളെ രക്ഷിക്കൂ. എനിക്ക് തോന്നുന്നത് ആ ജഡ്കയ്ക്ക് നമ്മുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെന്നാ. നാട്ടുകാരെ, വീട്ടുകാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ ആരും ഇല്ല ഇവിടെ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നന്ദിയുണ്ട് കുട്ടാ, നീ ഞങ്ങളെ രക്ഷിച്ചതിന്. അല്ല കുട്ടാ, നീ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? ആരെങ്കിലും ഉണ്ടോ? ഇത് ആരുടെ കുട്ടിയാ? ഇവിടെ എങ്ങും ആരും ഇല്ലേ? ആരും ഇല്ലേന്ന്. ഈ കറുത്ത മുത്ത ആരുടെയാണ്? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ ചുറ്റുവട്ടത്തൊന്നും ആരും ഇല്ലേ? ഈ കൊടുങ്കാട്ടിൽ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കാണ്? ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ അമ്മത്തോട്ടില്ലെങ്കിലും ഉണ്ട്. ഇവിടെ അതും ഇല്ലല്ലോ.
പത്തലു കുട്ടി ഒറ്റയ്ക്കല്ല കേട്ടോ. അതെനിക്കും മനസ്സിലായി മോട്ടു. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് രക്ഷപ്പെട്ടാണ്. ഓടിക്കോ. ഓടിക്കോ. ഈ ജിങ്കലാല ഹുറിന്റെ അർത്ഥം എന്തുവാ പത്തലു? അതൊക്കെ വേണമെങ്കിൽ നീ അവരോട് പോയി ചോദിക്കേ. ഞാനിപ്പോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാ നോക്കുന്നേ. ഓടിക്കോ. പത്തലു നമ്മള് ജിങ്കലാലയായി. പത്തലു ഇവരൊക്കെ എന്തിനാ നമ്മളെ ചുടുവെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്? നീ അവരോട് പറ നമ്മള് കാലത്തെ കുളിച്ചതാണെന്ന്. മോട്ടോ അവര് നമ്മളെ കുളിപ്പിക്കല്ല, അവർക്ക് നമ്മളെ പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടിയാ. ഇവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഇവര് പുഴുങ്ങി തിന്നുമെന്നാ തോന്നുന്നേ. നീ എന്തെങ്കിലും ഒന്ന് വേഗം ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പത്തലു എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, ഒന്ന് വേഗം. ഹലോ ഡോക്ടർ ജഡ്ക, ഞങ്ങളാകെ പെട്ടിരിക്കുക. ഒന്ന് വേഗം വരൂ, ഞങ്ങൾ ഇപ്പൊ വേവിച്ച് തിന്നും. ഹലോ ഹലോ. എനിക്ക് തോന്നുന്നത് ഈ മിഷൻ കേടായി. ജഡ്കയ്ക്ക് ഒന്നും തന്നെ കേൾക്കുന്നുണ്ടാവില്ല. കൊള്ളാലോ. ഓ നീ എന്തൊക്കെയാ ചെയ്യുന്ന? ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണോ? ഏതായാലും ചാവാൻ പോവാ. പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ. ഐഡിയ. ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ. എന്നോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുവല്ലേ? നീയും ഇതുപോലെ നൃത്തം ചെയ്യേ. എന്നിട്ട് നമുക്ക് ഈ ചട്ടി തട്ടിപ്പൊട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. പറയുന്നത് കേക്ക്. ഓ എന്തൊരു ഐഡിയ. വെറും വയറ്റില് നിന്റെ ബുദ്ധി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ജിങ്കലാല ഹുർ ഹുർ 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 ജിങ്കലാല. രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഞങ്ങളൊന്ന് രക്ഷിക്കൂ. രക്ഷിക്കൂ. പത്തലു നമുക്ക് രക്ഷപ്പെടാം. അവന്മാരിങ് എത്തുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ഓടിക്കോ പത്തലു, ഓടിക്കോ. പോയി ആയുർവേദ ഒഴിച്ചല് നടത്തിയാലേ ശരിയാവുള്ളൂന്നാ. മോട്ടോ രക്ഷയ്ക്ക്. മോട്ടോ എന്നെ കുന്തത്തിനൊന്ന് താഴെ ഇറക്ക്. ഇപ്പൊ ഞാൻ നിന്നെ ഈ കുന്തത്തിൽ നിന്ന് ഇറക്കാൻ നിന്ന എന്റെ പള്ളിക്ക് അവര് കുന്തം കയറ്റും. അതുകൊണ്ട് മിണ്ടാതിരുന്നോ. പത്തലു ഓടിക്കോ, ഓടിക്കോ, പത്തലു ഓടിക്കോ. മോട്ടു, നിന്നെ പോലെ ഒരു വൃത്തികെട്ടവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന് എന്നെ നീ പൊതിരെ തല്ലിയില്ലേ? എന്തൊരു പീഡനമാടാ ഇത്. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഹൈലി ഇമ്പോസിബിൾ. എന്റെ പോലെ നിങ്ങളും അവരുടെ ആൾക്കാരാന്നാ വിചാരിച്ച. ഡോക്ടർ ജഡ്ക, സത്യത്തിൽ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്? തീർച്ചയായിട്ടും ഉണ്ടാവും അറിഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഈ ഇൻസ്പെക്ടറുമായിട്ട് വന്നത്. ആപത്ത് കാലത്ത് സഹായിക്കാനുള്ളവരല്ലേ പോലീസുകാരെ. ഇവിടെ മൊത്തം ആദിമ മനുഷ്യരാണ്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കാം. അമ്മച്ചി, why fear when Chingam is here?
ആര് പണി വരട്ടെ, ഈ ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്, ഹൈലി ഇമ്പോസിബിൾ. സോ യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. അതുകൊണ്ട് എല്ലാരും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക. നിയമത്തിന്റെ കയ്യിലെടുക്കാൻ ചിങ്കം ഒരിക്കലും അനുവദിക്കില്ല. എല്ലാത്തിനെയും ഞാൻ വെടിവെച്ച് തീർക്കും. എനിക്കിപ്പോ തോന്നുന്നു ഞാൻ ഇവരുടെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. യെസ്, ഇറ്റ്സ് ഹൈലി ഇമ്പോസിബിൾ. ഇതെന്താ ഗീവർഗീസ് പുണ്യാളനോ? ഞങ്ങളെ രക്ഷിക്കാൻ വന്നിട്ട് സാറിന് ഈ അവസ്ഥയോ? ഇനി ഞങ്ങള് വല്ലതും ചെയ്യണോ? നമ്മൾക്ക് നീ ചെയ്യാൻ ആകെ ഒന്നേ ഉള്ളൂ, ഓടിക്കോ. യുവമാരെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ പറ്റൂ. ഓടിക്കോ. ഡോക്ടർ ജഡ്ക, നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചത്. നിങ്ങളുടെ കണ്ടുപിടുത്തം കാരണം കൊണ്ടാ ഞങ്ങള് സ്റ്റോണേജ് കണ്ടു. പക്ഷേ നിങ്ങൾ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടെ? എന്തായി പറയുന്നേ? ആ ബ്രേസ്ലെറ്റ് വഴി നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് കേൾക്കാം, പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ മേല. അതെന്തു ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വരാൻ സാധിച്ചല്ലോ. ഇദ്ദേഹം ഈ പോലീസുകാരനില്ലായിരുന്നെങ്കിൽ അത് എനിക്ക് സാധ്യമാകുമായിരുന്നില്ല. ഇനി ഒരിക്കലും ആദിവാസികൾ എന്റെ കയ്യിൽ വന്ന് പെട്ടാൽ ഞാൻ അവരെ പിടിച്ച് അകത്താക്കും. അതെ, ജയിലിനകത്തിടും. അറിയാമല്ലോ, ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. ഇറ്റ്സ് ഹൈലി ഇമ്പോസിബിൾ. എന്റെ അമ്മ, ഇവന്മാരാ ടൈം മെഷീന്റെ കസേരയുടെ അടിയിൽ പൊട്ടി പുറത്ത് ചാടിയതാ. എനിക്ക് തോന്നുന്നു ഈ ആദിവാസികളുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. പറഞ്ഞോളൂ, ഹൈലി ഇമ്പോസിബിൾ. ബൈ ബൈ. ഞാൻ വരുന്നു.